ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേക്കുകൂട്ട് ഉപയോഗിച്ചുകൊണ്ട് എപ്പോക്സി പേസ്റ്റ് ബ്ലാക്ക് പിഗ്മെൻറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു ഡൈനിങ് ടേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള ഒരു തേക്ക് തന്നെയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തേക്ക് മരം നമ്മൾ നന്നായിട്ട് സാൻഡറൊക്കെ ചെയ്തെടുത്ത് അത്യാവശ്യം സ്ക്രാച്ചുകളും കാര്യങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രെയിം ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഫ്രെയിം കംപ്ലീറ്റ്ലി നമുക്ക് വുഡ് കംപ്ലീറ്റ്ലി പൊങ്ങി പോരാതിരിക്കാനും അതുപോലെ തന്നെ എപ്പോക്സ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ നമ്മൾ ക്ലാമ്പ് എല്ലാം ചെയ്യുന്നതും അതുപോലെ തന്നെ സിലിക്കോൺ വെച്ചിട്ട് നമ്മുടെ എല്ലാ ഭാഗവും ലോക്ക് ചെയ്യുന്നതും. കാരണം ഒരു സിറ്റുവേഷനിൽ നമുക്ക് എപ്പോക്സി ലീക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഒട്ടിക്കാനോ അല്ലെങ്കിൽ ആ ലീക്ക് മാറ്റാനോ സാധിക്കാത്തത് കൊണ്ടാണ് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് എല്ലാ ഭാഗത്തും സിലിക്കോൺ വെച്ച് നല്ല പോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് അക്കലക്കിൻ്റെ ഷീറ്റും അതുപോലെ തന്നെ സിലിക്കോൺ ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഓരോ ടേബിളും ഫ്രെയിം ചെയ്തെടുക്കുന്നത്. അത് വളരെ വൃത്തിയായി 1, 2, 3 തവണ നമ്മൾ സിലിക്കോൺ ഇത്തരത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായ രീതിയിലുള്ള കളറുകളും അതുപോലെ തന്നെ ആവശ്യമായ വോളിയം എപ്പോക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഏതൊക്കെ ഭാഗത്താണോ നമുക്ക് കളേഴ്സ് വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്താണോ എപ്പോക്സി ഫില്ല് ചെയ്യേണ്ടത് ആ ഭാഗത്തെല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ എപ്പോക്സി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 3:1 റേഷ്യോയിലുള്ള ക്രിസ്റ്റൽ ക്ലിയർ എപ്പോക്സിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പിഗ്മെൻ്റ് എന്ന് പറയുന്നത് പേസ്റ്റ് ബ്ലാക്ക് പിഗ്മെൻ്റ് ആണ്. ഒരുപാട് ഏരിയ നല്ല രീതിയിൽ ഗ്രെയിൻസും അതുപോലെ തന്നെ സ്ക്രാച്ചസും കംപ്ലൈൻറ്റും ഒക്കെ വന്നൊരു വുഡ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വോളിയം എപ്പോക്സി ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പല തവണകളായിട്ട് ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ഈ എപ്പോക്സി കാസ്റ്റ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമുക്ക് കാസ്റ്റിംഗ് തിക്നെസ് മാക്സിമം കിട്ടുന്ന എപ്പോക്സി ഉപയോഗിച്ച് ഒറ്റ കാസ്റ്റിംഗ് തന്നെ വർക്ക് തീർക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എപ്പോക്സി 3:1 ആയതുകൊണ്ട് തന്നെ മാക്സിമം കാസ്റ്റിംഗ് തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 2 ഇഞ്ച് വരെ നമുക്ക് മാക്സിമം കാസ്റ്റിംഗ് തിക്നെസ് കിട്ടുന്ന എപ്പോക്സി തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു 10 mm തിക്നെസ്സിനാണ് ഓരോ ലെയറും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോക്സി ഓരോ ലെയറും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നല്ല രീതിയിൽ ബബിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ബബിളെല്ലാം തന്നെ ഇത്തരത്തിൽ ഹീറ്റ് ഗൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ഗൺ ഉപയോഗിച്ചിട്ടോ നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്.
ഫൈനൽ ലെയറും കാസ്റ്റിങ് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഫ്രെയിം എല്ലാം തന്നെ റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫ്രെയിമും വളരെ നീറ്റായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഉള്ളിലേക്ക് നമ്മൾ തട്ടി റിമൂവ് ചെയ്യുന്ന സമയത്ത് പൊട്ടുകളോ വിള്ളലുകളോ ഒന്നും വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മളെ ആ ഒരു ഫ്രെയിമുകളെല്ലാം തന്നെ റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ലെഗും അതുപോലെ തന്നെ വുഡും എല്ലാം തന്നെ തേക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പലതരത്തിൽ ഡിസോർഡർ ആയിരിക്കുന്ന വുഡായിരിക്കും നമ്മൾ എപ്പോക്സി കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ നിന്ന് മാറ്റിയിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ ആക്കുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സാൻഡർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാൻഡർ ചെയ്തെടുത്തതിന് ശേഷം ഓർബിറ്റ് സാൻഡ് എടുത്തിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോപ്പ് സർഫസ് എല്ലാം തന്നെ വളരെ നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ സാൻഡർ ചെയ്തെടുത്തതിന് ശേഷം ടോപ്പ് കോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ഡയമണ്ട് എപ്പോക്സി ഉപയോഗിച്ചിട്ട് ടോപ്പ് കോട്ട് ഫൈനലായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ടോപ്പ് കോട്ട് കാസ്റ്റ് ചെയ്ത എപ്പോക്സി എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൗസ് ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തേക്ക് ഇത്തരത്തിൽ തേച്ച് പിടിപ്പിക്കുകയാണ് അടുത്തത് ചെയ്യുന്നത്. അതിനുശേഷം ഏതൊക്കെ ഭാഗത്താണ് ബബിൾസ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം തന്നെ ഇത്തരത്തിൽ ഹീറ്റ് ചെയ്ത് ആ ബബിൾസ് എല്ലാം റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് നമ്മളെ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്, ഇത്തരത്തിൽ ഹീറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് എപ്പോക്സി ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. ഒരിക്കലുമല്ല. നമ്മൾ ഇത്തരത്തിൽ ഹീറ്റ് ചെയ്തെടുക്കുന്നത് അതിന് പുറത്ത് വരുന്ന ബബിൾസ് എല്ലാം തന്നെ റിമൂവ് ചെയ്യുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും എപ്പോക്സി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ വീഡിയോസ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.